ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് ചെറിയൊരു കുക്കിംഗ് വീഡിയോ കാണാം. അല്ലെങ്കിൽ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കിയ പയറാണ്ടത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ വിഷമില്ലാത്ത തന്നെ കഴിക്കട്ടോ. ഇല കുറച്ച് തോരൻ വെക്കുകയൊക്കെ ചെയ്യാം. അതിലൊരു മത്തനുണ്ടായിട്ടുണ്ട്. മത്തനൊന്നൊന്നുമില്ല കേട്ടോ, 2-3 മത്തനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മത്തൻ്റെ ആ തലപ്പിലെ തൂമ്പ് ഭാഗം അതൊക്കെ പറിച്ച് തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചാണ്ട് തോരൻ ചായ മനസ്സ എന്ന് പറയണ ആ ചീരയും മത്തൻ്റെ തൂമ്പുണ്ടല്ലോ, വള്ളി പോണ അതിൻ്റെ തലപ്പ് ഭാഗം പറിച്ചെടുത്തിട്ട് തോരൻ വെക്കണം കേട്ടോ. അരിഞ്ഞിട്ട് ഒന്ന് മാത്രം ഒരു തോരൻ തികയില്ല, അപ്പോൾ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയിട്ടാണ് അരിഞ്ഞെടുത്ത്, പിന്നെ അരിഞ്ഞിട്ടും ഒന്നുകൂടെ കഴുകി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് തന്നെയായിട്ട് വേവിക്കണം. ചോറൊക്കെ വന്ന കടലത്ത് മൺചട്ടിയിൽ വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് അരിയിട്ട് പൊട്ടിക്കുക. പൊരിഞ്ഞ് വരുമ്പോൾ ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ചെറുള്ളി അധികം ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കടുക് പൊട്ടിക്കുന്ന ആരൊക്കെ ടേസ്റ്റാണ്. അരി ഇതുപോലെ ചെയ്തുകൊണ്ട് തോരനൊക്കെ വെച്ചാൽ കേട്ടോ. കാന്താരി മുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. കറിവേപ്പില ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ തൂമിച്ചുമ്പോൾ ഇടുന്ന ആ ഒരു ഇതിൽ അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ. ഇലയൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇലയൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കാണലില്ലാണ്ടത് വേവിച്ചെടുക്കണേ. അത്യാവശ്യം വേവുണ്ട് കേട്ടോ. ചീരൻ്റെ ഇലയൊക്കെ നല്ലോണം വേകണം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതുപോലെ ഈ സമയത്ത് ഇതിൽ കുറച്ച് തേങ്ങ ചിരകിയെടുക്കുക കേട്ടോ. തേങ്ങ ചതക്കണമെന്നില്ല, ചെറുതായി ചിരകിയെടുത്തിട്ട് ഇലയൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കും. നല്ലോണം ഒരുപാടൊന്നും ചൂടാവണ്ട, ഒന്ന് വെറുതെ അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചൂടായി വരുമല്ലോ. എന്നിട്ട് അത് അടച്ച് വെച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ ചൂടായപ്പോൾ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലൻ്റെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കിടക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ വിഷാംശം അടങ്ങിയാൽ മാത്രമേ കഴിക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കിയാനൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മൾ തോരനൊക്കെ റെഡിയായി. മീൻ വാങ്ങിയിരുന്നു, മീനൊക്കെ പൊരിച്ചെടുത്ത് ഇന്നത്തെ കൂട്ടൻ മീൻ പൊരിച്ചതും ഇലത്തോരനും അല്ലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പുളിയും കൂടി കൂട്ടി അരച്ച കാന്താരി ചമ്മന്തി നെല്ലിക്കച്ചാറും കൂടി വേണ്ട നമ്മളെ കൂട്ടാൻ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം.